അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു കുളിർ കാറ്റിലിളങ്ങാറ്റിലന്ന നേരം, ഇറ്റിറ്റ് വീഴുന്ന നീർമണി മുത്തുകളൻ ഹൃത്തന്ത്രികളിൽ കലിഞ്ഞുതേ. കാതരയായൊരു പക്ഷിയഞ്ചാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഭൂലോകത്തിന്റെ അപ്പുറത്ത് താമസിക്കുന്ന, ചിക്കാഗോയിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങയുടെ ശരീരങ്ങളെ ഉപയോഗിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രസ്തുതി അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാൻ അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനായും പുറത്തു വരും. നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തോടും മുക്തിയോടും പുറത്തു നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരി ആത്മാവിന് നിത്യഭാഗ്യം കൽപ്പിച്ചിരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിക്ഷകളിൽ നിന്നെല്ലാം മോചനം നൽകിയ ഇയാൾ എന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലത്ത് ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവിതാകാശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഇയാളിന്റെ ശിക്ഷകളെല്ലാം അടച്ചു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നോടുകൂടെ പ്രതീസായി പ്രവേശിക്കുമെന്ന് നിലകളോട് അരുൾ ചെയ്ത കർത്താവേ, ആത്മാവിന്റെ കറകളെല്ലാം കഴുകി വിശദീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആലംബവും മരണശേഷം ഞങ്ങളുടെ ആനന്ദമായ ദൈവമേ, അങ്ങ് ആകാശരൂപമേലും ആരാധ്യനാകുന്ന ഞങ്ങളെ പേർപ്പെട്ടു പോയ പ്രിയ ഞങ്ങളുടെ പ്രിയ മാതാവ് ജോളി ആത്മാനന്ദശാന്തി കൽപ്പിച്ചേണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ. ഒഴുകി വരുന്നു മാനവകാ
ഭൂമിയിൽ നിന്നും മൃതരുണരുന്നു, നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഇയാൾക്ക് മോചനം നൽകുകയും ഇയാളുടെ ബന്ധുമിത്രങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഗുഡ് മോർണിംഗ് ഉള്ളല്ലോ. ഞങ്ങളുടെ മമ്മിയുടെ 5ാം ചരമവാർഷികത്തിനും ഈ വീടിൻ്റെ വെഞ്ചരിപ്പിനും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും നല്ല നമസ്കാരം പറയുന്നു. ഒരു ചെറിയ സദസ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും ഉണ്ട്, കുറേ കൊച്ചുമക്കളും ഉണ്ട്. വന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികൾക്കും ഒപ്പാടെ അഭ്യുദയകാംക്ഷികളായ എല്ലാ നല്ല നാട്ടുകാർക്കും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആർക്കെങ്കിലും മമ്മിയുടെ ഓർമ്മ സ്മരണത്തിനോ പപ്പായയ്ക്ക് ആശംസകൾ അർപ്പിക്കാനോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് പുത്തേട്ട് മംഗലമഠം ജോയിച്ചായൻ്റെ ഭാര്യയും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ജോളി ചേച്ചിയുടെയും 5ാമത് ചരമവാർഷിക ദിനത്തിൽ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ, ഞാൻ കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 2-3 തവണ ഈ വാർഡിൽ നിന്ന് തന്നെയാണ് മത്സരിച്ചത്. എൻ്റെ അനുഭവത്തിൽ ഈ നാടിൻ്റെ ഒരു നന്മ മരമായി തന്നെയാണ് ജോയിച്ചായനെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെയും അദ്ദേഹത്തിന് വളരെയധികം അറിവ് പകർന്നു തരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ANDRൻ്റെ ചരിത്രത്തിൽ വളരെ വലിയ കാഴ്ചപ്പാടുകളുള്ള, പഴയ കാലത്ത് തന്നെ വലിയ വിദ്യാഭ്യാസം നേടിയ ഒരു മഹാനായ മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം. എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതാറുണ്ട്, ഇദ്ദേഹത്തിൽ നിന്ന് അറിവുകൾ ശേഖരിക്കാറുണ്ട്. നമുക്കറിയാം, സായിപ്പിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് മേഖലയിൽ അധിവസിച്ചിരുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് വളരുകയും അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം നേടുകയും നാടിൻ്റെ സാംസ്കാരിക മേഖലകളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ കൈകൾ പതിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഞങ്ങൾക്കെല്ലാം ആവശ്യമുള്ള അറിവുകൾ പകർന്നു തരുവാനും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ ഗ്രന്ഥശാലകൾക്ക് കൊടുക്കുവാനും എന്നും അറിവുള്ള ഒരാളായി ഞങ്ങൾക്കൊരു വിളക്കായി തന്നെ ഈ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും ഉപദേശത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ കീഴിൽ ധാരാളം ആളുകൾ ഇവിടെ അറിവ് നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിച്ചായൻ്റെ പേര് ANDRൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ജോയിച്ചായന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇനിയും ധാരാളം കാലം ജീവിച്ചിരിക്കുവാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ജോളി ചേച്ചിയെ ഓർക്കുന്നു, ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നല്ല സ്വഭാവമുള്ള നല്ല അനുഗ്രഹമുള്ള മക്കളാണ്. അവരെയും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഇനിയും അനേകം തലമുറകൾ, ഇവർക്ക് രാജ്യത്തിന് നാടിന് ഗുണമുള്ള തലമുറകളായി ഇവരുടെ മക്കൾ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട ജോയിച്ചായന്, ബഹുമാനപ്പെട്ട അച്ഛൻ, ബന്ധുമിത്രാദികളെ, പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും മൂത്ത അളിയനാണ് ജോയിച്ചായന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വളരെ നല്ലൊരു മാർഗദർശി, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി അറിവുകൾ പകർന്നു തന്നയാളുമാണ്. എനിക്ക് എൻ്റെ അളിയന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോയിച്ചായനെ പണ്ട് മുതൽ തന്നെ. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അത്ര സ്നേഹത്തോടെയാണ് ഞങ്ങളോടൊക്കെ ജോയിച്ചായനും അതുപോലെ തന്നെ ചേച്ചിയും പെരുമാറിയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ആദ്യത്തെ കല്യാണത്തിലുള്ള 2 മക്കളിൽ മൂത്ത ചേച്ചിയും ചേട്ടനും ഉണ്ട്. മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡാണ് ജോയിച്ചായൻ. ഞങ്ങൾ അടുത്ത കല്യാണത്തിൽ 5 പേരാണുള്ളത്. പക്ഷേ ഒരു വ്യത്യാസവും കാണിക്കാതെ ഈ ആദ്യത്തെ കല്യാണത്തിലുള്ള മക്കളും
രണ്ടാമത്തേലുള്ളത് ഞങ്ങളൊക്കെ വളരെ ഇതായിട്ട് വളരെ സ്നേഹമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ പെങ്ങന്മാരെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നതുമായ വ്യക്തിയാണ് ജോളി ചേച്ചി. അതുപോലെ ഏത് കാര്യത്തിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രായ വ്യത്യാസം, ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഒത്തിരി എടുത്തുകൊണ്ട് നടന്നു, ഒത്തിരി ലാളിച്ചും ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നവരാണ്. അതിൻ്റെയൊക്കെ നന്ദിയും കടപ്പാടും ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ പേരക്കാട്ടുകാരുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ സൂചിപ്പിച്ചതുപോലെ ജോയിച്ചാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും ഇരിക്കേണ്ട ആളല്ല. അന്നത്തെ കാലത്ത് എറണാകുളത്ത് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പഠിച്ച് മിടുക്കനായിട്ട് നല്ലൊരു ഫുട്ബോൾ താരമായിരുന്നു. ഞാനൊക്കെ ഇവിടെ ആദ്യം വരുമ്പോൾ ജോയിച്ചാനൊക്കെ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൽ, അമ്പലത്തിൻ്റെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നത് വളരെ സൗഹൃദം നോക്കി നിന്നിട്ടുണ്ട്. നല്ലൊരു പ്ലെയറായിരുന്നു, നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു ജോയിച്ചാനോട് വന്നപ്പോൾ, ജോയിച്ചാൻ്റെ ഒരു പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മരുമകനായിട്ട് ഞാൻ ജോയിച്ചാനെ തിരഞ്ഞെടുക്കാൻ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പിന്നെ ഈ അച്ഛൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാടിനെക്കുറിച്ചും അന്നത്തെ സാഹിബിൻ്റെ കാലം പോലുള്ള എല്ലാ ചരിത്രങ്ങളും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരാനും അത് ഈ പ്രായത്തിൽ ഓർത്തിരിക്കാനും ചോദിച്ചാനും സാധിക്കുന്നുണ്ട്. ഞാൻ ധരിപ്പിക്കുന്നില്ല. ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ജോയിച്ചാനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവിധ ജീവിത ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഞാൻ 52 വർഷം മുമ്പ് ഏന്ത്യാറ്റിൽ താമസിക്കാൻ വന്നപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആളാണ് ജോയിച്ചായൻ. അത് മാത്രമല്ല ഞങ്ങൾ ഏറ്റവും അടുത്ത് താമസിക്കുന്നവർ. അന്ന് ജോയിച്ചായനൊരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 43 വയസ്സ് 44 വയസ്സ് ചെറുപ്പക്കാരെന്ന് പറയാം. അത് അന്ന് അദ്ദേഹം ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തതാണ്. 979 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് എന്നൊരു വിശാലമായൊരു വാർഡ്, തേമ്പുഴ മുതൽ നമ്മുടെ ഒറ്റമരം അപ്പുറം വരെ കിടക്കുന്ന ഒരു വാർഡിൽ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, എന്ന് പറഞ്ഞാൽ ശ്രീ ബാലകൃഷ്ണപിള്ള നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്ത് വളരെ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും ഈ നാട്ടിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ആളാണ്. ഈ നാടുമായി ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ. സാഹിബ്, മർഫി സാഹിബിന്റെ നാടായത്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കുടിച്ചു വെച്ച സ്ഥലം ഏന്തയാറിന്റെ ചരിത്രം ഏറെക്കുറെ അറിയാവുന്ന ആള്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആള് ജോയിച്ചായൻ മാത്രമാണ്. ഏന്തയാറ് വളരെ മനോഹരമായ സ്ഥലം. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ വലിയ പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം നമ്മുടെ നാടിനെ ഒരു ആളുകൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന രീതിയിൽ വന്നിരിക്കുന്നെങ്കിലും നാളുകളിലും ജോയിച്ചായൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയും അദ്ദേഹം ഇനി ദീർഘകാലമൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയട്ടെ. ഞാനിവിടെ ഈ വീട്ടിൽ നേരത്തെ മുതൽ വരുമായിരുന്നു. അന്ന് ജോളി ചേച്ചിയും ജോയിച്ചായനും ഉള്ളപ്പോൾ, കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ അവരില്ല എല്ലാ ദിവസവും എനിക്ക് കാപ്പിയും മറ്റു കാര്യങ്ങളും തന്ന് സഹായിച്ച ആളാണ്. എല്ലാ ദിവസവും തന്നെ വരുന്നിരുന്ന സമയത്ത് ജോയിച്ചായനെ എല്ലാ ആശംസകളും നേരുന്നു. സ്വർഗത്തിൽ ജോളി ചേച്ചിക്ക് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏറ്റവും സ്നേഹമുള്ള ജോയിച്ചേട്ടൻ, പ്രിയമുള്ള മക്കൾ, കൊച്ചുമക്കൾ, സ്നേഹമുള്ള നാട്ടുകാരെ, എന്നെ ആദ്യമേ പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് എനിക്കെപ്പോഴും ജോയിച്ചേട്ടനെ കുറിച്ച് ഉള്ളത്. ഈ ഏന്തയാറിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു നിഘണ്ടുവാണ് ജോയിച്ചേട്ടൻ. വേറെ പ്രത്യേകിച്ച് സായിപ്പിൻ്റെ ആ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നമ്മളായിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക്, അല്ലെങ്കിൽ മർഫി സ്കൂളിൽ തന്നെ പഠിക്കുന്ന പിള്ളേർക്ക് എത്ര പേർക്ക് അറിയും എന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷെ ജോയിച്ചേട്ടനുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോടുകൂടി നമ്മുടെ രക്തം തിളയ്ക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുക. അത്രമാത്രം ഒരു സായിപ്പിൻ്റെ ഒരു നന്മകളെക്കുറിച്ച് ജോയിച്ചേട്ടൻ വിവരിക്കുമ്പോൾ ജോയിച്ചേട്ടൻ്റെ മുഖത്ത് വരുന്ന ഭാവഭേദങ്ങൾ, അല്ലെങ്കിൽ ആ പാവപ്പെട്ടവരെ കുറിച്ചുള്ള ആ സായിപ്പിൻ്റെ ഒരു അനുകമ്പ,
എൻ്റെ തൊഴിലാളികൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം, ഏറ്റവും നല്ല ലയത്തിൽ ജീവിക്കണം, നല്ല കുടിവെള്ളം വേണം. അപ്പം നമുക്ക് ജോയിച്ചേട്ടൻ എപ്പോഴും പറയും, അച്ഛാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൈപ്പും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്തും ചെന്നൈയിലും എല്ലാം കിട്ടും, പൈപ്പ് മേടിക്കാം. പക്ഷെ സായിപ്പ് ജർമ്മനിയിൽ നിന്ന് കപ്പലെ പൈപ്പ് കൊണ്ടുവന്ന് പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചത്. തൻ്റെ തൊഴിലാളികൾക്ക് ഏറ്റവും നല്ല സാധനമാണ് അദ്ദേഹം നൽകിയത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നു, നല്ല വിശ്വാസം കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നു. ഏത് മേഖലകളിലും അത്രയും ആഴത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് യൂട്യൂബ് നോക്കിയാലോ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെൻ്ററി നോക്കിയാലോ കിട്ടത്തില്ല. ജോയിച്ചേട്ടൻ നമുക്ക് പകർന്നു തരുന്ന അറിവായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് ജോയിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രചോദനമായി തോന്നി. വെച്ചാൽ എനിക്ക് ട്രാൻസ്ഫർ വന്നിരുന്നു, അത് മാറിപ്പോയി. ജോയിച്ചേട്ടൻ കഴിഞ്ഞിട്ട് കാണാൻ വന്നപ്പം അദ്ദേഹം പറയുകയുണ്ടായി, അത് സായിപ്പാച്ച തൻ്റെ ട്രാൻസ്ഫർ മാറ്റിക്കളഞ്ഞത്. ഒരു ഈ സെമിത്തേരി ഒരു എന്താണ് ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ മേഖലയിൽ വലിയൊരു വളർച്ചയ്ക്ക് ദൈവമായി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ജോയിച്ചേട്ടൻ ഒരാഗ്രഹം എന്നോട് പറയുണ്ടായി. അതുപോലെ എനിക്കും രാത്രി ഇങ്ങനെ ഇടതപ്പോൾ കറക്റ്റ് ഒരു മനസ്സിൽ അതുപോലെ തന്നെ കിട്ടി. അച്ഛൻ ആ സെമിത്തേരിയെല്ലാം പണിത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് സായിപ്പ് ഇങ്ങനെ വലിയൊരു കുതിരപ്പുറത്ത് ഇരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ അച്ഛൻ പണിയണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ജോയിച്ചേട്ടൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ്. അതെന്തെങ്കിലും പൈസ നമുക്ക് അച്ഛൻ എല്ലാം ഇറങ്ങണം, ഇവിടെ നാട്ടുകാരെല്ലാവരും സഹായിക്കും. എൻ്റെ വലിയൊരു സ്വപ്നമാണ് സായിപ്പ് കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു ഭീമാകാരമായ ഒരു സ്ട്രക്ചർ അവിടെ പണിയണമെന്ന് അദ്ദേഹം നമുക്കൊരു വളരെ സ്നേഹബുദ്ധി ആവശ്യപ്പെടുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോയിച്ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം? അത് ഇവിടെ ഈ ഇത്രയും മലമുകളിൽ അത്രയും മലനിരകളിലായി വനമായി കിടന്ന സമയത്ത് പുലിയും ആനയും കരടിയും ഉണ്ടായിരുന്ന സമയത്ത് ഈ തോട്ടിൽ കൂടെ അദ്ദേഹം ഇങ്ങനെ ഈ വട്ടി വരണ്ട സ്ഥലത്തൂടെ കുതിരപ്പുറത്താണ് അദ്ദേഹം വന്നത്. എല്ലാ സ്ഥലമെല്ലാം അദ്ദേഹം കണ്ടത് കുതിരപ്പുറത്തായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗം കുതിരയായിരുന്നു. കുതിരകളെ എത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കുതിരപ്പുറത്ത് കൊണ്ടാണ് എനിക്ക് ഈ പ്രദേശം മുഴുവൻ കാണണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തുണ്ടായിരുന്നു. അപ്പം സായിപ്പിൻ്റെ മനസ്സ് പോലെയാണ് ജോയിച്ചേട്ടൻ എൻ്റെ അടുത്ത് ആ കാര്യം ആവശ്യപ്പെട്ടത്. നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ജോയിസ് സാറുണ്ട്, പലരുമായിട്ട് നമ്മൾ ഇതിനകത്തെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൊല്ലത്തിനകം തന്നെ ജോയിച്ചേട്ടൻ്റെ ആഗ്രഹം ഞങ്ങൾ സഫലമാക്കുമെന്നുള്ള വാക്ക് തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പരിപാടി എനിക്കിന്ന് ഏറ്റുമാനൂരിൽ ഒരു കുർബാന ഉണ്ടായിരുന്നു. അപ്പം ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ചത്. ഞാൻ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, 1 മാസം മുമ്പേ തന്നെ എനിക്ക് അത് മാറാൻ പറ്റാത്ത ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ജോയിച്ചേട്ടൻ എങ്ങനെയും വരണം 1 മാസം മുമ്പ് തന്നെ പറയും. അത്രമാത്രം ഒരു ആത്മബന്ധമാണ് ജോയിച്ചേട്ടനായിട്ട് വ്യക്തിപരമായി എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാം കാണുവാൻ മക്കളെയും കുടുംബങ്ങളെല്ലാം സാധിച്ചു എന്നുള്ള വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. ഇപ്പം തീർച്ചയായിട്ടും സ്വർഗീയ ഭവനത്തിലായിരിക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാം പരിചയപ്പെടുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു അനുഗ്രഹമായി കാണുകയാണ്. ഒത്തിരി ആയിരത്തിലൂടെ കർത്താവ് കാത്തിരട്ടെ. ജോയിച്ചേട്ടൻ നല്ല ഒത്തിരി ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാടിൻ്റെ അതിൻ്റെ അനുഗ്രഹമായി ജോയിച്ചേട്ടൻ ഏന്തിയാറിൻ്റെ ഒരു പൊതു സ്വത്താണ്, ഏന്തിയാറിൻ്റെ ഒരു സ്വത്താണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരി നാൾ ജീവിച്ചിരുന്നുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആരോഗ്യത്തിൽ ജീവിക്കുവാൻ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുമല്ലാതെ ആശംസകൾ നേരുന്നു. താങ്ക് യു. ഏന്തിയാറിൻ്റെ സമസ്ത മേഖലയിലും ഒരു കാലത്ത് പ്രവർത്തിക്കുകയും ഇപ്പോൾ ആ കാര്യങ്ങൾ അന്നത്തതുപോലെ തന്നെ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോയിച്ചേട്ടൻ. പറ്റി ഒരു ഗവേഷണം നടന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് അറിവുകൾ ലഭിക്കണം, അതിനുള്ള ഒരു മാർഗം വല്ലതും ഉണ്ടോ എന്ന് ആരാഞ്ഞപ്പോൾ ഇനി മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, ഞാൻ അവരോട് വരാൻ പറഞ്ഞു. അവരിവിടെ കൊണ്ടുവന്ന് ജോയിച്ചേട്ടനുമായിട്ട് പരിചയപ്പെടുത്തി. ജോയിച്ചേട്ടൻ അവരോട് 1 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ വളരെയധികം കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുകയും അവൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് മടങ്ങിപ്പോയത്. അങ്ങനെ ജോയിച്ചേട്ടൻ നിരന്തരമായി എന്നെ കാണുമ്പോഴൊക്കെ പറയും, ഏന്തിയാറിൻ്റെ ഒരു ചരിത്രം എഴുതണം അബ്ദു. ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ആ ഒരു അവസരം സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ രീതിയിലൂടെ മുന്നോട്ട് പോയിട്ടില്ല. ഏന്തിയാറിൻ്റെ ചരിത്രം ഒരു പക്ഷേങ്കിലും ജോയിച്ചേട്ടനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അറിയുന്ന ചരിത്രങ്ങൾ അറിയാത്ത കുറേ ആളുകൾ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. മർബി സാഹിബ് ആരാന്ന് പോലും അറിയാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. മർബി സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും മർബി സാഹിബിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ സാഹിബ് ഇവിടെ വന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ഇവിടെ ശവശരീരം അടക്കം ചെയ്തപ്പോൾ തൊട്ട് ആ ശവശരീരം അടക്കം ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ജോയിച്ചേട്ടൻ. അതുവരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇപ്പോഴും വളരെ വ്യക്തതയോട് ഓർത്തിരിക്കുകയാണ്. ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ജോയിച്ചേട്ടൻ്റെ അടുത്ത് വന്നാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. യാതൊരു ബുദ്ധിമുട്ടും യാതൊരു
വിധത്തിലുള്ള ഈ നാട്ടിലെ മുഴുവൻ സമസ്ത മേഖല, കാരണം ഞങ്ങൾ സാംസ്കാരിക രംഗത്ത് BIC ക്ലബിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹം BICയുടെ പഴയ ഭാരവാഹിയായിരുന്നു. BICയുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഒരു വിവരമായി ജീവിച്ചിരിക്കുന്ന അദ്ദേഹം കുറെ നാളുകൾ കൂടി ജീവിച്ചിരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വൈഫിനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, കാരണം ഞാനൊരു വലിയ പഴക്കമുള്ള ആളല്ല ഇന്ത്യയിൽ. എന്നാലും വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ എനിക്ക് ഡയറക്റ്റായിട്ട് ബന്ധമില്ല. അവരും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ട് ജോയി ചേട്ടന് പ്രാർത്ഥിക്കട്ടെ, ജോയി ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുകയും അതിനെ എന്നെ പോലുള്ള ആളുകളെ വിളിക്കുകയും ചെയ്ത ജോയി ചേട്ടനെ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. ഏതാണ്ട് 48 വർഷത്തിന് മുമ്പാണ് ഞാനിവിടെ വരുന്നത്. ഈ വന്നപ്പോഴത്തേക്ക് ജോയിച്ചാനുമായിട്ട് പരിചയപ്പെടുകയും ജോയിച്ചാൻ ഈ ഭവനത്തിൽ വരികയും ഈ പറമ്പിലൊക്കെ ശകലം പണികളൊക്കെ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഈ സായിപ്പിൻ്റെ കാലത്ത് ഇന്ന് ഏന്താറിന് ഈ പ്രദേശത്ത് അനേകരുണ്ടായിരുന്നു. ഇന്നിപ്പം സായിപ്പിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തി ജോയിച്ചാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് വേണ്ട സഹകരണങ്ങളും തരികയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതുപോലൊരു മനുഷ്യനെ നമുക്ക് കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളെ ഈ യോജിച്ചാനും ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ സായിപ്പിനെ അടക്കിയിരിക്കുന്ന ഒരു കുതിരയുടെ പ്രതിമ അതുണ്ടാക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരും നമ്മളതിനെ സഹകരിക്കണം. യോജിച്ചാൻ്റെ ആഗ്രഹം പ്രാപ്തിയാക്കുവാൻ അതിന് വേണ്ട എല്ലാ സഹകരണവും ചേരണം. പിന്നെ യോജിച്ചാൻ്റെ ഭാര്യയെ ഇനി ഞാനിവിടെ വരുമ്പോഴൊക്കെ നല്ല സഹകരണം നല്ല ഇത് തന്നിരുന്ന സഹോദരിയായിരുന്നു. ആ സഹോദരി സ്വർഗരാജ്യത്ത് കടന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് യോജിച്ചാൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേരുകയും വ്യക്തിപരമായി എന്നെ കാര്യമായി പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തവരോടുള്ള നന്ദി ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വിഷയം, എൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടിൻ്റെ 5ാം വാർഷികത്തിൽ ഞാൻ ജനിച്ചു വളർന്ന് 100 വർഷം പഴക്കമുള്ള ഈ ഭവനം ഒന്ന് നവീകരിച്ചു പരിഷ്കരിച്ചു എന്നുള്ളതല്ലാതെ വേറെ പുതിയതായൊരു പണികളും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ എനിക്ക് വേണ്ടത്ര സപ്പോർട്ട് തന്നത് എൻ്റെ സഹധർമ്മിണിയുടെ സഹോദരിയായ ഷീല പേരേക്കാട്ട് ഭരണങ്ങാനം. ഇപ്പോൾ അമേരിക്കയിൽ 50 വർഷം അരനൂറ്റാണ്ട് കാലമായിട്ട് അമേരിക്കയിൽ ചിക്കാഗോയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആ സ്നേഹമുള്ള എൻ്റെ ആ അനുജത്തി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു സുരക്ഷിതമായി ഇപ്പോഴും ജീവിക്കുന്നത്. ആദ്യമായി ആ സഹോദരിയെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. പേരക്കാട്ട് കുടുംബത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന ദീപമായി ആ കുട്ടി എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നാട്ടുകാരായ എൻ്റെ ബന്ധുക്കളായ എൻ്റെ സഹോദരങ്ങളായ എല്ലാ ആളുകളെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പേരേക്കാട്ടെ ഡോക്ടർ ഷീല എന്നെ കാര്യമായി സംരക്ഷിക്കുന്ന എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ്. ശ്രീമതി എന്നെ ഒരു ഡിമാൻഡ് വെച്ചിട്ടാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ കലാപരമായ രംഗങ്ങളിലൊക്കെ കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാൻ പാട്ട് പാടുമായിരുന്നു, പിന്നെ സംഗീത ഉപകരണങ്ങൾ വായിക്കുമായിരുന്നു, പിന്നെ വിനോദങ്ങൾ ഫുട്ബോള്, പിന്നെ വോളിബോള് ഇതൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ സർവ്വ മേഖലകളിലും പിന്നെ പ്രവർത്തിച്ചു വന്ന ഒരു യുവാവായിരുന്നു. ആ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ആ കുഞ്ഞനുജത്തി എന്നോട് ആവശ്യപ്പെടുകയാണ് ഒരു പാട്ട് പാടുന്നത്. ഈ എൻ്റെ ആരോഗ്യപരമായ ക്ഷതങ്ങൾ കാരണം എനിക്ക്
ശ്രുതിയോ സൗണ്ടോ ഓർമ്മയോ ഒക്കെ വളരെ പരിമിതമായതുകൊണ്ട് ആ സഹോദരിയുടെ ആവശ്യം ഞാൻ ചെറിയ തോതിൽ നിന്നും നിങ്ങളുടെ അനുവാദത്തോടെ ഒന്ന് നിറവേറ്റിക്കൊള്ളട്ടെ. അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തനുലം കുളിർ കാറ്റിലിളങ്ങാറ്റിലന്ന നേരം ഇറ്റിറ്റ് വീഴുന്ന നീർമണി മുത്തുകളൻ ഹൃത്തന്ത്രികളിൽ കലിഞ്ഞുതേ. കാതരയായൊരു പക്ഷിയഞ്ചാലക വാതിലിൻ ചാരേ തിലച്ച നേരം, വാതിലിൻ ചാരേ തിലച്ച നേരം, അരുകിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഭൂലോകത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ചിക്കാഗോയിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉണ്ട്